ഫ്രണ്ട്സിൻ്റെ തന്നെ നമ്മളെ കുട്ടമണിയാണ്. കുട്ടമണിയുടെ തലമെന്തോ മുറിയുണ്ട് കേട്ടാ. എങ്ങനെയാ ഇപ്പോൾ മുറിയായിന്നാവോ. ബനാണി എന്താണ് ശക്കശ് കാത്തുണ്ടോ? ശക്കശ് അച്ചോ ശക്കശ് കാറ്റുണ്ടോ? ഒരു കഴിക്കാനി ഒന്നോ ഒത്തുപണി. ഏയ് ഓ അതാ കയറുന്നു. അല്ല പോകില്ല, മുത്രയിക്കൂല എന്നോട്ടെ. എൻ്റെ പൂച്ച തക്കപ്പൂച്ച. ഒന്ന് പറഞ്ഞാനിങ്ങള് ഒന്ന് കണ്ണിപ്പിക്കൊത്താനിങ്ങള് ഇന്നാ ഒന്ന് കണ്ണിപ്പിക്കൊത്താനി. അത് നമ്മളെ കാക്കപ്പൊന്നാ വാമ ഒന്നു അനക്ക് വേണമെങ്കിൽ മാമ്പ് തിന്നോളി. ഇന്നാ പൊന്നോ ഒന്ന് കഞ്ഞോത്താണി. ആ സർക്കസ് സെറ്റ് കാക്കപ്പൊന്നെ, എൻ്റെ കാക്കപ്പൊന്നതാ കച്ചിനു. ഇത് പൂച്ച അത് മൂത്രം നയിക്കൂല, അത് സർക്കസ് കാട്ടാണ്. ചക്കച്ചി കാറ്റാണ്. എന്തൊക്കെയാ പണി കാറ്റുന്നത്? ഇത് വാല പുച്ചത്തടി അത് വാല പുച്ചട്ടെ. ഞാനാ എന്താണ് നീക്ക് പറയുന്നത്? എൻ്റെ കുട്ടി അവിടെ ഇവിടെ വാ പൊന്നെ വാരാ. ചോറ് തിന്ന് അതാ ആ ചോറ് തിന്ന്. അതിപ്പോൾ ഇന്നലെ വന്ന പൂച്ചയാണ്. നല്ല സുന്ദരി പൂച്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളതൊക്കെ. നല്ല മിട്ടിക്കന്മാരാണ്. എന്തായാലും ഒന്നുമില്ല, ചെടിച്ചട്ടിയല്ലേ. സൂറാബിയുടെ പേരാണ്. ആ അപ്പം തിന്നോളിട്ടാ. അത് സൂറാബിയുടെ ഓരിയാ. നമ്മളെ കൂർക്കച്ചെടിയൊക്കെ വലിയതൊക്കെ ഉണ്ടാ. നമ്മൾ ടാങ്കിൻ്റെ ഇതിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഞ്ഞുണ്ണി ഉണ്ട് കേട്ടാ. പിന്നെ എല്ലാവരും പിന്നെ കഞ്ഞുണ്ണി. അപ്പം എൻ്റെ തേങ്ങാച്ചോറ് ആര് തിന്നും? കുട്ടാപ്പി എന്തൊക്കെ പേരാ വിളിക്കേണ്ടത് നിച്ചല്ല. മുരിങ്ങൻ്റെ ഇല തിന്നാ കോഴികളൊക്കെ. മുരിങ്ങൻ്റെ ഇല ഒത്തുന്ന നമുക്കിന്ന് കുറേ കാഴ്ചക്കാർ കിട്ടിയിട്ടുണ്ട്. കോഴികളെയും കിട്ടിയിട്ടുണ്ട്, കാക്കകളെയും കിട്ടിയിട്ടുണ്ട്, പൂച്ചേനെയും കിട്ടിയിട്ടുണ്ട് കേട്ടാ. നമ്മളെ കുട്ടാപ്പി അപ്പോൾ ഉള്ളിയൊക്കെ തൊലിക്കുകയാണ് മക്കളെ. അപ്പോൾ വലിയ വെളുത്തുള്ളിയാണ് മക്കളെ ജാംജുമെന്ന് വാങ്ങിയ സൂപ്പർ വാവാസ് മാടി ജാംജുമെന്ന്. ആ വാവാസ് വലിയ ഒരു പോണെടുത്താൽ മേട്ടാ. 2-3 വെളുത്തുള്ളിയുടെ വലിപ്പുണ്ടത്. ചൈനീസ് വെളുത്തുള്ളി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ വെളുത്തുള്ളിയുടെ ഒരു സ്റ്റൈല്. ഇതാകുമ്പോൾ തൊലിക്കാനും എളുപ്പം. കുറച്ചൊരു തൊലിച്ച് വെക്കുക. ഫ്രിഡ്ജിലൊന്നും വെളുത്തുള്ളി വെക്കാൻ പാടില്ല, അതിൻ്റെ മണങ്ങളും രുചികളൊക്കെ പോവും. പുറത്ത് വെക്കല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിലുള്ള വെളുത്തുള്ളി നമുക്ക് ഗ്യാസുള്ളവർക്ക് ചുട്ട് കഴിക്കുക. അതുപോലെ എന്നാൽ നെയ്യിൽ പൈൽസ് ഉള്ളവർക്ക് പിന്നെ നെയ്യിൽ വറുത്ത് കഴിക്കുക, തേനിലിട്ട് കഴിക്കുക. പല ഗുണങ്ങളും ഈ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഓരോ ദിവസവും ഓരോന്ന് കഴിച്ചിട്ടുണ്ടല്ലോ. എല്ലാ പിന്നെ ഭക്ഷണശാസ്ത്രത്തിലും വെളുത്തുള്ളി നമ്മൾ പാവയ്ക്ക് വെക്കുമ്പോൾ വെളുത്തുള്ളി ഇട്ട്, അല്ല മുരിങ്ങക്കൊക്കെ വെളുത്തുള്ളി ഇട്ട് എല്ലാ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ല റിസൾട്ടാട്ടോ. വെളുത്തുള്ളി നല്ല ഗുണങ്ങൾ ഒരു സാധനമാണ്. വെളുത്തുള്ളി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക. ആദ്യമൊക്കെ പ്രസവിച്ചെടുക്കുന്ന ആൾക്കാർക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇടുക്കിയിട്ട് അതിൽ ചോറിട്ട് കൊടുത്തിരുന്നു, ഉള്ളിച്ചോറാക്കിയിട്ട്. ഇപ്പോഴത്തെ കാരം പോയി മക്കളെ. ഇവിടെയൊക്കെ ഞങ്ങളെ താത്താരൊക്കെ പ്രസവിച്ചിടന്നാലൊക്കെ ഇഞ്ചി ഉരുക്കിയിട്ട് അതിൽ ചോറ് വെളുത്തുള്ളി അതിൽ തൂമിച്ച് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കണ്ടു കാണുന്നു. എൻ്റെ വല്യമ്മക്കെല്ലാം ലേഹം വരകാൻ വയ്ക്കും.
ഉള്ളിലേകം ആട്ടിലേകം മുക്കടി ആട്ടിലേകല്ല മുക്കടി കഞ്ഞിയൊക്കെ വെക്കാനറിയും. അതൊക്കെ കണ്ട് പഠിച്ചതാണ് ഇപ്പം ഞാൻ. ഉള്ളിലേകം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഓംനൈസായിട്ട് പോയത് രോഗികളെ മാത്രം നോക്കണ ഒരു ഓംനൈസ് ചെയ്യുന്നു കേട്ടോ. പ്രായമായ ഉമ്മ കുഴഞ്ഞ ആൾക്കാരെയൊക്കെ നോക്കിയിരുന്നു. ഭയങ്കര ഒരു ഇഷ്ടമാണ് ടൈറ്റങ്ങളെ നോക്കണം. പ്രായമായ ആൾക്കാരല്ല നല്ല ഇഷ്ടമാണ് എനിക്കിട്ട്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന പ്രായമായ ആൾക്കാരെ ഉമ്മമാരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അവരൊക്കെ നോക്കി ഇതായ എൻ്റെ വല്യമ്മ ഇവിടെ കുഴങ്ങി ഇതാവുന്നുണ്ട് ഇപ്പം തന്നെ. ഞാൻ നിന്ന് എന്താ ചെയ്യുക, വല്യമ്മ തിന്നൂല്ല. തേങ്ങാച്ചോറ് രേശന്നില്ല, വൈകുന്നേരത്തെ തേങ്ങാച്ചോറ് ബറാത്തായിട്ട് തേങ്ങാച്ചോറുണ്ടായിരുന്നു, പൊരിച്ച പത്തിരി ഉണ്ടായിരുന്നു, പൂവട ഉണ്ടായിരുന്നു. പൂവട ഒട്ടും ശരിയായില്ല കേട്ടോ, അത് പൊട്ടുകയാണ് കേട്ടോ. ഇങ്ങനെ അമ്മായി എന്താ വെച്ചിട്ടാ പൂവട ഉണ്ടാക്കുമ്പോൾ മൈദ ഇതൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുക, അപ്പോൾ പൊട്ടൂല. കുറച്ച് അരിപ്പൊടിയും മൈദയും കൂടെ. അപ്പോൾ ആ പൂവട മാത്രമല്ല ഉണ്ടായിക്കണ മക്കളെ, ഉള്ളിവട ഉണ്ടായിരുന്നു, പിന്നെ സമൂസയും മേടിച്ചിരുന്നു ഞാൻ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാക്ക കൂടെ വന്നിരുന്നു, പിന്നെ പൊരിക്കടിക്കാക്ക കൂടെ എന്നും വരലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചായിട്ട് വന്നിരുന്നില്ല. വല്യമ്മയുടെ കോട്ടായി ഇങ്ങനെ കേൾക്കണു, ഹായ്ഷ് ഹായ്സ്. പാവം വല്യമ്മ ഓതുന്നുണ്ട് കോട്ടായിരുന്നുണ്ട്. എന്താ ഇപ്പം ചിച്ച. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ